റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. വെനസ്വേലയിലെ US സൈനിക നടപടിയെ തുടർന്ന് വിദേശകാര്യ സെക്രട്ടറി എവറ്റ് കൂപ്പർ തന്റെ US സഹമന്ത്രി മാർക്കോ റൂബിയോയോട് അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള ബാധ്യതകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതായി MP-മാരോട് പറഞ്ഞു. ഈ വാരാന്ത്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു. അതിന്റെ ഫലമായി പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ പിടിക്കപ്പെട്ടു. ഇത് US അന്താരാഷ്ട്ര നിയമം ലംഘിച്ചുവെന്ന ആരോപണത്തിന് കാരണമായി മാറി. ട്രംപിന്റെ തീരുമാനത്തെ അപലപിക്കുന്നത് ഒഴിവാക്കുകയും മഡൂറോയുടെ സ്വേച്ഛാധിപത്യത്തിന്റെ ക്രൂരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്ത പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമറേക്കാൾ കൂപ്പറിന്റെ പ്രസ്താവന ഹൌസ് ഓഫ് കോമൺസിൽ മുന്നോട്ട് വെച്ചു. ഒരു കൊടുങ്കാറ്റുള്ള ചർച്ചയിൽ കൺസർവേറ്റീവ് നേതാവ് കെമി ബാഡ്നോക്ക് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് മറുപടി ലഭിക്കാത്തതിൽ നിരാശയുണ്ട് എന്നും അഭിപ്രായപ്പെട്ടു. ട്രംപിന്റെ നടപടിക്കെതിരെ ശബ്ദമുയർത്താനുള്ള ആഹ്വാനങ്ങൾ ഗവൺമെന്റിനെതിരെ വർദ്ധിച്ചു വരികയാണ്. കോമൺസ് വിദേശകാര്യ കമ്മിറ്റിയുടെ ലേബർ ചെയർപേഴ്സൺ എമിലി തോൺബെറി പറഞ്ഞത് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നാണ്. UK വ്യക്തമാക്കണമെന്നും അവർ ചൂണ്ടിക്കാട്ടി. US നടപടി ആഗോള രാഷ്ട്രീയത്തെ അസ്ഥിരപ്പെടുത്തുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലെ നേതാക്കളെ അന്താരാഷ്ട്ര കരാറുകളെ അവഗണിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലിൽ ചങ്ങലകൾ ധരിച്ച് തിങ്കളാഴ്ച ന്യൂയോർക്ക് സിറ്റി കോടതി മുറിയിൽ ഭാര്യ ഷിലിയ ഫ്ലോറസിനൊപ്പം മഡൂറോ ആദ്യമായി ഹാജരായി. തന്നെ തട്ടിക്കൊണ്ടുപോയതായി മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും തിരക്കേറിയ നിരയോട് അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്തു. പാൻഡമിക്കിന് ശേഷം ആദ്യമായി കഴിഞ്ഞ വർഷം UK-യിൽ രജിസ്റ്റർ ചെയ്ത പുതിയ കാറുകളുടെ എണ്ണം 2 ദശലക്ഷം കവിഞ്ഞതിനാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള സർക്കാർ കിഴിവുകൾ സുസ്ഥിരമല്ല എന്ന ഒരു പ്രമുഖ മോട്ടോറിംഗ് ഗ്രൂപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. സൊസൈറ്റി ഓഫ് മോട്ടോർ മാനുഫാക്ചറേഴ്സ് ആൻഡ് ട്രേഡേഴ്സിന്റെ പുതിയ കണക്കുകൾ പ്രകാരം വിറ്റഴിക്കപ്പെട്ട പുതിയ കാറുകളിൽ ഏകദേശം 5 ലക്ഷം ഇലക്ട്രിക് ആയിരുന്നുവെന്നും സാമ്പത്തികവും ഭൗമരാഷ്ട്രീയവുമായ പ്രതിസന്ധികൾക്കിടയിലും ന്യായമായും ശക്തമായ ഫലം ലഭിച്ചതായി ചീഫ് എക്സിക്യൂട്ടീവ് മൈക്ക് ഹാവസ് സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഔദ്യോഗിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വൈദ്യുത കാർ വിൽപ്പന ഇപ്പോഴും വേഗത്തിൽ വളരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഉപഭോക്തൃ ആവശ്യവും സർക്കാരിന്റെ അഭിലാഷങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന അന്തരത്തെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഒരു വാഹനത്തിന് ആയിരക്കണക്കിന് മൂല്യമുള്ള കിഴിവുകൾ സ്ഥിരമല്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. 2025-ൽ ആകെ 20,20,373 പുതിയ കാറുകൾ രജിസ്റ്റർ ചെയ്തു. തുടർച്ചയായ 3-ാം വർഷ വളർച്ചയാണിത്. മഹാമാരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിൽപ്പനയും. എന്നിരുന്നാലും 2019 വിറ്റഴിച്ച 2.3 ദശലക്ഷത്തിൽ ഇത് ഇപ്പോഴും വളരെ കുറവ് തന്നെയാണ്. കഴിഞ്ഞ വർഷം 4,73,340 പുതിയ രജിസ്ട്രേഷനുകൾ ഇലക്ട്രിക് കാറുകൾ നടത്തി. ഇത് 23.4% വിപണി വിഹിതം നൽകി. 2024-നെ അപേക്ഷിച്ച് അത് ഗണ്യമായ വർധനവായിരുന്നു. പക്ഷേ സീറോ എമിഷൻ വെഹിക്കിൾസ് മാൻഡേറ്റ് എന്നറിയപ്പെടുന്ന സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമായ 28%-നേക്കാൾ ഇപ്പോഴും താഴെയാണത്. മൊത്ത വിൽപ്പനയുടെ 1% ആവശ്യത്തിന് ഇലക്ട്രിക് കാറുകൾ വിൽക്കാൻ കഴിയാത്ത കാർ നിർമ്മാതാക്കൾക്ക് കനത്ത പിഴ ചുമത്തുമെന്നാണ് മാൻഡേറ്റ് വ്യവസ്ഥ ചെയ്യുന്നത്. ആർട്ടിക് സ്ഫോടനത്തെ തുടർന്ന് തിങ്കളാഴ്ച 100 കണക്കിന് സ്കൂളുകൾ അടച്ചിട്ടതിനെ തുടർന്ന് UK-യുടെ പല ഭാഗങ്ങളിലും മഞ്ഞുവീഴ്ചയ്ക്കും ഐസിനും മുന്നറിയിപ്പ് ഇപ്പോഴും നിലവിലുണ്ട്. പെൻസാൻസ് മുതൽ ഷെറ്റ്ലാൻഡ് ദ്വീപുകൾ വരെ മഞ്ഞ അലർട്ടുകൾ വ്യാപിച്ചിരിക്കുന്നു. അതേസമയം മധ്യ വടക്കൻ സ്കോട്ട്ലാൻഡ് കൂടുതൽ കടുത്ത ആംബർ മുന്നറിയിപ്പുകൾക്ക് കീഴിലാണ്. ഇംഗ്ലണ്ടിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ ചൊവ്വാഴ്ച മഞ്ഞുവീഴ്ചയും ഐസും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം ആഴ്ചയുടെ അവസാനത്തിൽ തെക്കൻ മേഖലയിൽ അസ്വസ്ഥത നിറഞ്ഞ മഞ്ഞും കാറ്റും മഴയും പെയ്യുമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തുടർച്ചയായ താപനില 0-ലോ അതിൽ താഴെയോ ആയതിനാൽ രാജ്യത്തുടനീളം യാത്രാ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വീടുകൾക്ക് തണുത്ത കാലാവസ്ഥ കാരണം നഷ്ടപരിഹാരം നൽകേണ്ടതായി വരും. UK-യിലുടനീളമുള്ള മിക്ക യെല്ലോ അലർട്ടുകളും 11-ന് അവസാനിക്കും. സ്കോട്ട്ലൻഡിനുള്ള മുന്നറിയിപ്പുകൾ ചൊവ്വാഴ്ച രാത്രി വരെ നീണ്ടു നിൽക്കും. മധ്യ വടക്കൻ മേഖലകളിൽ 5 മുതൽ 10 സെന്റിമീറ്റർ വരെ കനത്ത മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്നു. ചില പ്രദേശങ്ങളിൽ 15 സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കാം. പ്രദേശത്തുള്ളവർ വാഹനം ഓടിക്കരുതെന്നും സാധ്യമായ വൈദ്യുതി തടസ്സങ്ങൾക്ക് തയ്യാറായിരിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള സ്കൂളുകൾ ഇപ്പോൾ അടച്ചുപൂട്ടൽ ഭീഷണിയും നേരിടുന്നുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. കേരളത്തിൽ നടുക്കിയ ആലുവ കൂട്ടക്കൊല നടന്നിട്ട് 25 വർഷം തികയുകയാണ് ഇന്ന്. ഒരു കുടുംബത്തിലെ 6 പേരെ ഒരാൾ ഒറ്റയ്ക്ക് കൊന്നുവെന്ന പോലീസ് കണ്ടെത്തൽ നടുക്കത്തോടെയാണ് കേരളം കേട്ടത്. കാൽനൂറ്റാണ്ടിനിപ്പുറവും ഒരുപാട് പേരുടെ മനസ്സുകൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നുണ്ട് ആലുവ കൂട്ടക്കൊല കേസ്. 2001 ജനുവരി 6-ന് ഒരു കുടുംബത്തിലെ 6 പേർ മരിച്ചു കിടക്കുന്നുവെന്ന വാർത്തയാണ് ആലുവ പട്ടണം അന്ന് ആദ്യം കേട്ടത്. നഗരത്തിലെ വ്യവസായി മാഞ്ഞൂരാൻ അഗസ്റ്റിൻ, ഭാര്യ ബേബി, മക്കളായ ജോമോൻ, ദിവ്യ, അഗസ്റ്റിന്റെ അമ്മ ക്ലാര, സഹോദരി കൊച്ചുറാണി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മരണം കൂട്ടക്കൊലപാതകമാണെന്ന പോലീസ് കണ്ടെത്തൽ കേരളത്തെ നടുക്കിയിരുന്നു. കൊലപാതകം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും കാര്യമായ തെളിവൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. അയൽവാസികളുടെ എല്ലാ മൊഴികൾ വീണ്ടും രേഖപ്പെടുത്തുന്നതിനിടെ തോന്നിയ നേരിയൊരു സംശയത്തിൽ നിന്നാണ് പോലീസ് കൊല്ലപ്പെട്ടവരുടെ കുടുംബ സുഹൃത്തും അകന്ന ബന്ധുവുമായിരുന്ന ആന്റണിയിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും ആന്റണി ഗൾഫിലേക്ക് കടന്നിരുന്നു. ആന്റണിയുടെ ഭാര്യ ജമിയെ ഉപയോഗിച്ച് ആന്റണിയെ തന്ത്രപൂർവ്വം നാട്ടിലെത്തിച്ച്
കസ്റ്റഡിയിലെടുത്ത പോലീസ് ഒരാഴ്ചയിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കേസ് തെളിയിച്ചത്. കൊലപാതകം നടന്ന് ഒരു മാസത്തിനു ശേഷം 2001 ഫെബ്രുവരി 18 ആലുവ നഗരസഭയിലെ ഡ്രൈവറായിരുന്ന ആന്റണി ഗൾഫിൽ വിസയ്ക്കായി ശ്രമിച്ചിരുന്നു. എന്നാൽ പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബന്ധുവായ കൊച്ചുറാണി പണം നൽകാമെന്ന് സമ്മതിച്ചെങ്കിലും അവസാന നിമിഷം പിന്മാറി. സഹോദരനായ മഞ്ഞൂരൻ അഗസ്റ്റിനും കുടുംബത്തിനൊപ്പമായിരുന്നു കൊച്ചുറാണിയുടെ താമസം. കൊലപാതകം നടന്ന ജനുവരി 7 ഈ വീട്ടിൽ ആന്റണി എത്തുമ്പോൾ മഞ്ഞൂരൻ അഗസ്റ്റിനും ഭാര്യയും മക്കളും സിനിമയ്ക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. ഇവർ സിനിമയ്ക്ക് പോയതിനു പിന്നാലെ പണത്തിന്റെ പേരിൽ കൊച്ചുറാണിയും ആന്റണിയും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. ഈ വാക്കുതർക്കത്തിനൊടുവിൽ ആന്റണി കൊച്ചുറാണിയെ വാക്കത്തി കൊണ്ട് വെട്ടിക്കൊന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ മക്കൾ ആരെയും തലക്കടിച്ചു കൊല്ലുകയായിരുന്നു. എന്നാൽ അഗസ്റ്റിനും കുടുംബവും തന്നെ കണ്ടിരുന്നതിനാൽ താൻ പിടിക്കപ്പെടുമെന്ന പേടിയിൽ അവരെയും കൊല്ലാൻ ആന്റണി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ അവർ സിനിമ കഴിഞ്ഞ് വരുന്നതുവരെ വീണ്ടും കാത്തിരുന്നു ആന്റണി. വീട്ടിലെത്തിയ അഗസ്റ്റിനെയും ഭാര്യയെയും മക്കളെയും കോടാലി കൊണ്ട് തലക്കടിച്ചു കൊന്ന ശേഷം കടന്നു കളഞ്ഞു. ഇതായിരുന്നു പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം കേരളത്തിലെത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും കമ്മീഷണർമാരും സംസ്ഥാനത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തും. ഏപ്രിൽ 2 വാരം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത വിലയിരുത്തും. ഒറ്റഘട്ടമായി നടത്താനാണ് ആലോചന. അതേസമയം അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടികൾക്ക് സർക്കാർ തീരുമാനമെടുത്തു. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. രേഖകൾ കിട്ടാൻ ഒരു ഫീസും ഈടാക്കുന്നതല്ല. ഏതെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ അത് ഈ കാലയളവിൽ ഒഴിവാക്കും. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനായി മതിയായ സഹായക കേന്ദ്രങ്ങൾ പ്രാദേശികാടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ യോഗം നേരത്തെ തീരുമാനിക്കുകയും ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ചക്രവാത ചുഴിയുടെ ഫലമായി സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ തെക്കൻ തമിഴ്നാട് മേഖലയിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. വെള്ളിയാഴ്ചയോടെ ചക്രവാത ചുഴി ശ്രീലങ്കയുടെ ഭാഗത്ത് എത്തുന്നത് അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകും. കേരളത്തിൽ മധ്യ തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. ജനുവരി 9 തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തമിഴ്നാട് തീരം, കന്യാകുമാരി എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും കാറ്റിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. ആധുനിക ഫുട്ബോളിലെ പകരം വെക്കാനില്ലാത്ത ഇതിഹാസമാണ് ലയണൽ മെസ്സി. കളിച്ച വേദികളിലെല്ലാം തന്റേതായ അടയാളപ്പെടുത്തൽ നടത്തി ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച മെസ്സി കരിയറിന്റെ അവസാന സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ബാഴ്സലോണയിൽ നിന്ന് പടിയിറങ്ങി പിന്നീട് PSG എത്തിയ മെസ്സി ഇപ്പോൾ അമേരിക്കൻ ക്ലബായ ഇന്റർ മിയാമിക്കൊപ്പമാണ്. 38-കാരനായ മെസ്സി ഇപ്പോൾ ഫുട്ബോൾ ലോകകപ്പിനായുള്ള തയ്യാറെടുപ്പിലാണ്. ഖത്തറിൽ അർജന്റീനയെ വിശ്വകിരീടത്തിലേക്ക് എത്തിച്ച മെസ്സി ഇത്തവണ വീണ്ടും ലോകകപ്പിൽ മുത്തമിട്ട് പടിയിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോഴത്തെ മെസ്സി ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവരികയാണ്. കരിയറിന്റെ അവസാന സമയത്ത് മെസ്സി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പുറത്തുവരുന്ന വിവരമനുസരിച്ച് ലിവർപൂൾ മെസ്സിയെ ടീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഹ്രസ്വകാല വായ്പയിൽ മെസ്സിയെ ടീമിലേക്ക് എത്തിക്കാനാണ് ലിവർപൂൾ ശ്രമിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ. ലിവർപൂളിനെ സംബന്ധിച്ച് ഈ നീക്കം നടന്നാൽ അത് ഗുണകരമായി മാറാൻ സാധ്യതകളേറെയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 20 മത്സരങ്ങളിൽ നിന്ന് 34 പോയിന്റോടെ 4ാം സ്ഥാനത്താണ് ഇപ്പോൾ ലിവർപൂൾ ഉള്ളത്. 122.20 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.